How's it going? I'm Bismaya. Welcome to Salt Mango Pickle. ഹായ്, ഞാൻ സന്ധ്യ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഇൻഡോ ചൈനീസ് വിഭവമായിട്ടാണ്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രാഗൺ ചിക്കനാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ 500 ഗ്രാം, സവാള 2 എണ്ണം, വെളുത്തുള്ളി 1 കുടം, ക്യാപ്സിക്കം 1.5 മുറി, മൈദ 3 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ, മുട്ട 1 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, ഹണി 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, റെഡ് ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, അണ്ടിപ്പരിപ്പ് 25 ഗ്രാം, മല്ലിയില ആവശ്യത്തിന്, ഉണക്കമുളക് 2 എണ്ണം, സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, റെഡ് ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ, എണ്ണ ആവശ്യത്തിന്. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ 1/2 കിലോ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഡ്രാഗൺ ചിക്കൻ ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. ഈ ബൗളിലോട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് സ്വല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മുട്ട നമുക്കിതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ബാറ്ററാക്കി എടുക്കാം. ഇപ്പം നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ബാറ്റർ ചിക്കനിൽ നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇത് നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഈ ബാറ്റർ ചിക്കനിലോട്ട് നല്ലതുപോലെ പിടിക്കാൻ വേണ്ടി ഇത് നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസസ് ഒന്ന് വറുത്തെടുക്കാം. ഇതിനാവശ്യമായ ഒരു പാൻ നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് സൺഫ്ലവർ ഓയിലാണ് നല്ലത്, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വറുത്തെടുക്കാം. ഇതിപ്പം ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ എല്ലാം ഞാൻ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനായി ഒരു കടായി ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കടായി നല്ലതുപോലെ ചൂടായി വരും. നമുക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 കുടം വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം.
ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 2 ഉണക്കമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1.5 മുറി ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് മൊത്തത്തിൽ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, എന്നിവ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് സ്വല്പം വെള്ളം എടുത്തൊന്ന് കൈ കൊണ്ട് തളിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് തയ്യാറായിരിക്കുകയാണ്. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ സ്വാദിഷ്ടമായ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇൻഡോ ചൈനീസ് വിഭവങ്ങൾ ഇഷ്ടമുള്ളവർ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി കോമ്പിനേഷനാണ്. ഈ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി അടിപൊളി ഡിഷസ് കാണുവാനായി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടിൽ ദെൻ എവരിവൺ ടേക്ക് കെയർ, ബൈ.